ഹായ് ഫ്രണ്ട്സ്, ഡൊമിസൈൽ ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ റെയിൽവേ എഞ്ചിനീയറിങ്ങിൻ്റെ പോർഷനിലുള്ള കമ്പണൻസ് ഓഫ് റെയിൽവേ ട്രാക്ക് എന്ന ഒരു പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡയറക്റ്റായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ റെയിൽവേ ട്രാക്കിൻ്റെ കമ്പണൻസ് മെയിനായിട്ട് 4 കമ്പണൻസാണ് റെയിൽവേ ട്രാക്കിനുള്ളത്: റെയിൽസ്, സ്ലീപ്പേഴ്സ്, ബള്ളാസ്റ്റ് ആൻഡ് ഫോർമേഷൻ. അതിൽ ഫിഗറിൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് ഇതെല്ലാം കാണാൻ പറ്റും. റെയിൽസ് കാണിച്ചിട്ടുണ്ട്, അതുപോലെ ബള്ളാസ്റ്റ് കാണിച്ചിട്ടുണ്ട്, സ്ലീപ്പേഴ്സ് കാണിച്ചിട്ടുണ്ട്, പിന്നെ ഫോർമേഷൻ എന്നുള്ളത് ഫോർമേഷൻ വിഡ്ത്ത് എത്രയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫർദർ പോർഷനിലേക്ക് പോകുമ്പോൾ നമുക്കിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിലാദ്യത്തേത് റെയിൽസ്. റെയിൽസ് ആർ അൺസിമെട്രിക്കൽ ഐ സെക്ഷൻസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റീൽ as shown in figure. They are laid along 2 parallel lines over sleepers. Rails are joined longitudinally by fish plates or by welding. These are placed end to end to provide a continuous and level surface for trains to move. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഒരു റെയിലിൻ്റെ ക്രോസ് സെക്ഷൻ. ഇങ്ങനെയുള്ള 2 റെയിൽ സ്ലീപ്പറിൻ്റെ മുകളിലായിട്ട് പ്ലേസ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിലൂടെയാണ് നമ്മുടെ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ റെയിലിന് മെയിനായിട്ട് 3 പാർട്ടുണ്ട്. ഒരു ഹെഡ് ഉണ്ട്, വെബ് ഉണ്ട്, ഫൂട്ട് ഉണ്ട്. അപ്പോൾ ഇത് ശരിക്ക് ഒരു ലെവൽ സർഫസ്, ട്രെയിനിന് മൂവ് ചെയ്യാനുള്ളൊരു ലെവൽ സർഫസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റെയിൽ പ്ലേസ് ചെയ്യുന്നത്. ഇനി റെയിലിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്ട് as girders and transmit load to large area formation through sleepers and ballast. സാധാരണ നമ്മൾ ബീമൊക്കെ ചെയ്യുന്ന ഫങ്ഷൻ തന്നെ, അതുപോലെ ഐ ഗേർഡർ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഫങ്ഷൻ തന്നെയാണ് ഈ ഒരു റെയിലും ചെയ്യുന്നത്. അതായത് ലോഡ് ഫോർമേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് റെയിലിൻ്റെ മെയിനായിട്ടുള്ളൊരു ജോലി. പ്രൊവൈഡ് കണ്ടിന്യൂസ്, സ്മൂത്ത് ആൻഡ് ലെവൽ സർഫസ് ഫോർ മൂവ്മെൻറ്റ് ഓഫ് ട്രെയിൻസ്. ഓൾസോ ലാറ്ററലി ഗൈഡ്സ് വീൽസ് ഓഫ് ട്രെയിൻസ്. ട്രെയിനിന് മൂവ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക, ഒരു സ്മൂത്ത് ലെവൽ സർഫസ് അതിന് റെഡിയാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡയറക്ഷൻ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതും കൂടിയാണ് റെയിലിൻ്റെ ജോലി. It should be an economic section consist with strength, stiffness and durability. The head of the rail should have adequate depth to allow for vertical wear. Web should be sufficiently thick to withstand stresses. Foot should have sufficient thickness to withstand vertical and horizontal forces after allowing for loss due to corrosion and stable against overturning. So, നമ്മുടെ റെയിൽ എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യാൻ പാകത്തിനുള്ള, അല്ലെങ്കിൽ സ്റ്റിഫ്നെസ്, ഡ്യൂറബിലിറ്റി ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു എക്കണോമിക് സെക്ഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഡെപ്ത്ത്, വെർട്ടിക്കൽ വിയറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പാകത്തിനുള്ള ഡെപ്ത്ത് ഈ ഒരു റെയിലിൻ്റെ ഹെഡിന് കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ വെബ് ഷുഡ് ബി സഫിഷ്യൻ്റ്ലി തിക്ക് ടു വിത്ത്സ്റ്റാൻഡ് സ്ട്രെസ്സസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു റെയിലിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് റെയിൽസ്. Rails act as continuous girders carrying axial loads. Okay, requirements of rails ആണ് അടുത്തത്. They should be proper composition of steel and should be manufactured by open hearth or duplex process. അപ്പോൾ റെയിൽ എപ്പോഴും ഒന്നുകിൽ ഓപ്പൺ ഹെർത്ത് അല്ലെങ്കിൽ ഡ്യുപ്ലസ് പ്രോസസ്സ് വഴിയാണ് മാനുഫാക്ചർ എടുക്കേണ്ടത്. അതിൻ്റെ കോമ്പോസിഷൻ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് കറക്റ്റ് പ്രൊപ്പോർഷനിലായിരിക്കണം. And the vertical stiffness should be high enough to transmit the load to several sleepers underneath. And the height of rail should therefore be adequate. ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ ഫംഗ്ഷൻ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്, റെയിലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഷുഡ് ബി അഡിക്വേറ്റ് ടു വിത്ത്സ്റ്റാൻഡ് സ്ട്രെസ്സസ് എന്ന്. അതുകൊണ്ട് അടിയിലുള്ള സ്ലീപ്പറിലേക്ക് ഈ ഒരു ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ പാകത്തിനുള്ള അപ്പോൾ അത്രയും ലോഡ് എടുക്കാൻ പാകത്തിനുള്ള ഹൈറ്റ്, സഫിഷ്യൻറ്റ് ഹൈറ്റ് നമ്മുടെ റെയിലിന് കൊടുത്തിട്ടുണ്ടായിരിക്കണം. റെയിൽ ഷുഡ് ബി കേപ്പബിൾ ഓഫ് വിത്ത്സ്റ്റാൻഡിങ് ലാറ്ററൽ ഫോഴ്സസ്. ലാർജ് വിഡ്ത്ത് ഓഫ് ഹെഡ് ആൻഡ് ഫുട്ട് എൻഡോസ് ദ റെയിൽസ് വിത്ത് ഹൈ ലാറ്ററൽ സ്റ്റിഫ്നെസ്. ലാറ്ററൽ സ്റ്റിഫ്നെസ് കൂടുതലായിരിക്കും ലാർജ് ഹെഡ് ആൻഡ് ഫൂട്ടുള്ള ലാർജ് വിഡ്ത്ത് ഓഫ് ഹെഡ് ആൻഡ് ഫുട്ട് എൻഡോസ് ദ റെയിൽസ് വിത്ത് ഹൈ ലാറ്ററൽ സ്റ്റിഫ്നെസ്. അതുകൊണ്ട് തന്നെ റെയിൽസ് ഷുഡ് ബി കേപ്പബിൾ for withstanding lateral forces, and the head must be sufficiently deep to allow for an adequate margin of vertical wear, and the wearing surface should be hard. Web of rail should be sufficiently thick to bear the load coming on it and should provide adequate
rigidity in horizontal plane. Foot should be wide enough so that rails are stable against overturning, especially on curves. Bottom of the head and top of the foot of rail should be so shaped as to enable the fish plate to transmit the vertical load efficiently from the head to foot at rail joints. And relative distribution of material on rail in head, web and foot must be balanced for smooth transmission of loads. So ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ട്രെയിൻ അവിടെ സ്മൂത്തായിട്ട് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു റെയിലിൻ്റെ ഫങ്ഷൻസും അതുപോലെ തന്നെ റിക്വയർമെൻറ്റ്സും നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് കറക്റ്റ് ഡയറക്ഷനിൽ ഈ ഒരു റെയിലിന് ഗൈഡ് ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. The center of gravity of the rail section must lie approximately at mid-height so that maximum tensile and compressive stresses are equal, and the fillet radii must be large to reduce the concentration of stresses. The tensile stress of rail piece should not be less than 72 kg per meter square, and the rail specimen should withstand the blow of falling weight test or tap test as specified by Indian Railway standards without fracture. റെയിൽ പീസിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 72 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറിനേക്കാളും കുറയാൻ പാടില്ല. അതുപോലെ തന്നെ ഒന്നുകിൽ ടപ്പ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫോളിംഗ് വെയ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തിട്ട് അതിലുള്ള അവർ പറയുന്ന സ്പെസിഫിക്കേഷൻസ് എല്ലാം നമ്മുടെ റെയിൽ സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ സ്ലീപ്പേഴ്സ്. Sleepers are members generally laid transverse to the rails on which the rails are supported and fixed to transfer the loads from rails to ballast and subgrade below. അപ്പോൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് സ്ലീപ്പറിൻ്റെ ഒരു പോർഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും റെയിൽവേ ട്രാക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ സ്ലീപ്പറും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2 റെയിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ കോൺക്രീറ്റിൻ്റെ പീസൊക്കെ ആയിട്ട് കൊടുക്കുന്ന സ്ലീപ്പർ ഒരു അത്യാവശ്യം ലെങ്ത്തുള്ള, അതായത് ഈ റെയിലിന് ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കൊടുക്കുന്ന ഒരു പോർഷനാണ് നമ്മൾ സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് എപ്പോഴും താഴെയുള്ള ബള്ളാസ്റ്റിലേക്കും അതുപോലെ തന്നെ അതിന് താഴെയുള്ള സബ്ഗ്രേഡ് സോയിലിലേക്കും ഈ ഒരു ഫോഴ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പാകത്തിനുള്ള കപ്പബിലിറ്റി ഈ ഒരു സ്ലീപ്പറിന് ഉണ്ടായിരിക്കണം. സോ നെക്സ്റ്റ് വൺ ഈസ് ദ ഫങ്ഷൻസ് ഓഫ് സ്ലീപ്പേഴ്സ്. ടു ഹോൾഡ് ദ റെയിൽ ടു കറക്റ്റ് ഗേജ്, ടു ഹോൾഡ് ദ റെയിൽസ് ഇൻ പ്രോപ്പർ ലെവൽ ഓർ ട്രാൻസ്വേഴ്സ് ടിൽറ്റ്, and to act an elastic medium in between the ballast and rails to absorb, to distribute the loads from the rails to the index area of ballast underlying it or to the girders in case of bridges. സാധാരണ റെയിലിൻ്റെ ഗേജ് കറക്റ്റ് ഗേജിൽ റെയിലിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലീപ്പർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു റെയിലിനെ ട്രാൻസ്വേഴ്സ് ടിൽറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ലെവലിൽ ഈ ഒരു റെയിലിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലീപ്പർ യൂസ് ചെയ്യും. അതുപോലെ ബല്ലാസ്റ്റും റെയിലും തമ്മിലൊരു ഇലാസ്റ്റിക് മീഡിയമായിട്ട് സ്ലീപ്പർ ആക്ട് ചെയ്യും. പിന്നെ ഈ ഒരു റെയിലിൽ വരുന്ന ലോഡ് സ്ലീപ്പറിലേക്ക് എത്തി അവിടുന്ന് അത് താഴെയുള്ള സബ്ഗ്രേഡ് സോയിലിലേക്കോ, ഇനി അത് റെയിൽവേ ബ്രിഡ്ജ് ആണെങ്കിൽ നേരെ ഗേർഡറിലേക്കോ പാസ് ചെയ്യാനുള്ള ഒരു മീഡിയമാണ് ഈ ഒരു സ്ലീപ്പർ എന്ന് പറയുന്നത്. ടു സപ്പോർട്ട് ദ റെയിൽസ് അറ്റ് ദ പ്രോപ്പർ ലെവൽ ഇൻ സ്ട്രെയിറ്റ് ട്രാക്സ് ആൻഡ് അറ്റ് പ്രോപ്പർ സൂപ്പർ എലിവേഷൻ ഓൺ കേർവ്സ്. കേർവ്സിൽ സൂപ്പർ എലിവേഷൻ പ്രോപ്പറായി കൊടുക്കാനും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോർഷനിൽ ട്രാക്കിനെ പ്രോപ്പറായിട്ട് ലെവൽ ചെയ്യാനുമാണ് നമ്മൾ റെയിൽസ് യൂസ് ചെയ്യുന്നത്, സ്ലീപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. സ്ലീപ്പേഴ്സ് ഓൾസോ ആഡ് ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ലാറ്ററൽ സ്റ്റെബിലിറ്റി ഓഫ് ദ പെർമനൻറ്റ് ട്രാക്ക് ഓൺ ദ ഹോൾ. ദേ ഓൾസോ പ്രൊവൈഡ് മീൻസ് ടു റെക്ടിഫൈ track geometry during service life. Next one is the requirements of sleepers. The sleepers to be used should be economical. They should have minimum possible initial and maintenance cost, and the fittings of sleepers should be such that they can be easily adjusted during maintenance operations such as easy lifting, packing, removal and replacement. And the weight of the sleeper should not be too heavy or excessively light, and they should be moderate weight for ease of handling. And the design of sleepers should be such that the gauge, alignment of track and level of the rails can be easily adjusted and maintained. അപ്പോൾ സ്ലീപ്പർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ റെയിൽവേയുടെ
ഏതൊരു റെയിൽവേ എന്നല്ല, ഏതൊരു കൺസ്ട്രക്ഷൻ്റെയും ഏതൊരു പോർഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും എക്കണോമിക്കലായിരിക്കണം. അതുപോലെ തന്നെ സ്ലീപ്പറും ഇവിടെ എക്കണോമിക്കലായിരിക്കണം. ഷുഡ് ബി മിനിമം പോസിബിൾ ഇനീഷ്യൽ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. നെക്സ്റ്റ്, മെയിൻ്റനൻസ് ഓപ്പറേഷൻ്റെ ഒക്കെ ടൈമിൽ ഈ ഒരു സ്ലീപ്പർ നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുമ്പം അത് എപ്പോഴും ലിഫ്റ്റ് ചെയ്യാൻ, റിമൂവ് ചെയ്യാൻ, റീപ്ലേസ് ചെയ്യാൻ എല്ലാം നമുക്ക് സാധിക്കണം. പിന്നെ വെയ്റ്റ് ഓഫ് ദ സ്ലീപ്പർ എന്ന് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കരുത്, ടു ഹെവി ആയിരിക്കരുത്, ഒരു മോഡറേറ്റ് വെയ്റ്റ് ആയിരിക്കണം. അപ്പോഴുള്ളൂ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം പറ്റുക. The design of sleepers should be such that the gauge, alignment of track and levels of the rails can be easily adjusted and maintained. And the bearing area of sleepers below the rail seat and over the ballast should be enough to resist crushing due to rail seat and crushing of the ballast underneath the sleeper. And the sleeper design and spacing should be such that to facilitate easy removal and replacement of ballast. And the sleeper should be capable of resisting shocks and vibrations due to passage of heavy loads of high speed trains. And the design of sleepers should be such that they are not damaged during packing process. And the insulation of rails should be possible for track circuiting if required through sleepers. And the design of sleepers should be such that they are not pushed out easily due to moving trains, especially with the steel sleepers with rounded ends. An ideal sleeper should have anti-sabotage and anti-theft qualities. എപ്പോഴും ഈ ഒരു സ്ലീപ്പറിൻ്റെ ഡിസൈനിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ട്രെയിൻ മൂവ് ചെയ്യുന്ന സമയത്ത് അത് ഈ ഒരു സ്ലീപ്പറിന് ഒരു മൂവ് ചെയ്ത് സ്ലിപ്പ് ചെയ്ത് പോകാനൊന്നും പാടില്ല. അതുപോലെ റെയിലിൻ്റെ ഇൻസുലേഷൻ എപ്പോഴും ട്രാക്ക് സർക്യൂട്ടിങ് ഇതെല്ലാം സ്ലീപ്പറിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് സ്ലീപ്പറിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ബല്ലാസ്റ്റ്. Ballast is the granular material usually broken stone or brick, shingle or conker, gravel or sand placed and packed below and around the sleepers to transmit load due to wheels of the train from the sleeper to the formation and the same time allowing drainage of the track. നമ്മൾ സ്ലീപ്പറിൻ്റെ ഒക്കെ തൊട്ട് താഴെ കുറച്ച് മെറ്റലിൻ്റെ പീസ് അല്ലെങ്കിൽ ലാർജ് സൈസ് അഗ്രിഗേറ്റ്സ് അല്ലെങ്കിൽ ഗ്രാനുലർ പീസസ് കൊടുക്കുന്നത് കാണാം. അതാണ് ശരിക്കും ഈ ബല്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ബല്ലാസ്റ്റിലേക്ക് സ്ലീപ്പറിൽ നിന്നുള്ള ലോഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോഡിനെ ഏറ്റവും ബിലോ പോർഷനിലുള്ള സബ്ഗ്രേഡ് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ ബല്ലാസ്റ്റാണ്. പിന്നെ ഡ്രെയിനേജ് പർപ്പസിന് നമ്മളിവിടെ ബല്ലാസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഫങ്ഷൻസ് ഓഫ് ബല്ലാസ്റ്റ്: it transfers the load from the sleeper to the subgrade and then distributes it to uniformly over large area of formation. It holds the sleepers in position and prevents the lateral and longitudinal movement due to dynamic loads and vibrations of the moving trains. It imparts some degree of elasticity to the track, and it provides easy means of maintaining the correct levels of two lines of track and the correcting track alignment. It provides good drained foundation immediately below the sleeper and helps to protect the top surface of the formation. This is achieved by providing coarse and rough aggregates with plenty of voids. സാധാരണ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ ബല്ലാസ്റ്റിൽ നിന്നുള്ള സ്ലീപ്പറിൽ നിന്നുള്ള ലോഡെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് എത്തുന്നത് ബല്ലാസ്റ്റിലേക്കാണ്. അത് ഫോർമേഷനിലേക്ക് അല്ലെങ്കിൽ സബ്ഗ്രേഡ് സോയിലിലേക്ക് ഈ ബല്ലാസ്റ്റാണ് നമ്മുടെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു റെയിലിനെ അല്ലെങ്കിൽ സ്ലീപ്പറിനെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബല്ലാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ട്രാക്കിനൊരു സം ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ബല്ലാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഡ്രെയിൻഡ് ഫൗണ്ടേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ബല്ലാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. Next one is the requirement of good ballast. It should be able to withstand hard packing with disintegrating. In other words, it should resist crushing under dynamic loads, and it should make the track dusty or muddy due to powder under dynamic wheel loads, but should be capable of being cleaned to provide good drainage. And it should allow for easy drainage with a minimum soakage and voids
should be large enough to prevent capillary action. It should offer resistance to abrasion and weathering. Abrasion means wear due to rubbing action of particles with each other, and weathering means the cracking and shattering of the material due to variation in temperature, moisture, and freezing. Non-porous particles of ballast are usually more durable due to better resistance against abrasion and weathering. എപ്പോഴും നമ്മൾ ബല്ലാസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ബല്ലാസ്റ്റ് ഒരു ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ടു വിത്ത്സ്റ്റാൻഡ് ഹാർഡ് പാക്കിംഗ്, അതുപോലെ ഡിസിൻറ്റഗ്രേറ്റിങ്ങിനൊക്കെ ഡിസിൻറ്റഗ്രേറ്റ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ അത് അതിൻ്റെ എല്ലാം ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സ് താങ്ങാനുള്ള കേപ്പബിലിറ്റി ഈ ഒരു ബല്ലാസ്റ്റിന് ഉണ്ടായിരിക്കണം. അതുപോലെ വെതറിങ് ആക്ഷന് എതിരായിട്ട്, അതായത് റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഈ ഒരു അബ്രേഷനും വെതറിങ് ആക്ഷനൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ നമ്മുടെ ബല്ലാസ്റ്റിന് ഉണ്ടായിരിക്കണം. നോൺ പോറസ് പാർട്ടിക്കിൾസ് ഓഫ് ബല്ലാസ്റ്റ് ആർ യൂഷ്വലി മോർ ഡ്യൂറബിൾ ഡ്യൂ ടു ബെറ്റർ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് അബ്രേഷൻ ആൻഡ് wearing. And it should retain its position laterally and longitudinally under all conditions of the traffic, particularly on curves, where it should be able to prevent transverse displacement of sleepers. And the internal friction between the particles which provides stability depends upon the size, shape, and texture of the particles. Therefore, angular and cubical aggregates should be used, but not the flat particles. പൊതുവെ നമ്മൾ ഗ്രാനുലാർ അല്ലെങ്കിൽ ആംഗുലാർ അല്ലെങ്കിൽ ക്യൂബിക്കൽ അഗ്രിഗേറ്റ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. കാരണം ഏതൊരു പൊസിഷനിലും, അതായത് കേർവിലാണെങ്കിലും സ്ട്രെയിറ്റ് പോർഷനിലാണെങ്കിലും സ്ലീപ്പറിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു ബല്ലാസ്റ്റിന് ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് പ്രൊഡ്യൂസ് എനി കെമിക്കൽ ആക്ഷൻ വിത്ത് റെയിൽ ആൻഡ് മെറ്റൽ സ്ലീപ്പേഴ്സ്. The size of stone ballast should be 5 cm for wooden sleepers, 4 cm for metal sleepers, and 2.5 cm for turnouts and crossovers. And the material should be easily workable by means of the implements in use. And the ballast should be available in nearby quarries so that it reduces the cost of supply. And it should be fulfill the requirements of quality, amount of traffic, life, and maintenance cost. In short, the ballast should be such which fulfills the characteristics of strength, cleanability, durability, drainability, economy, and stability, and is workable with a specific size with no harmful effect on rails and sleepers. അടുത്തത് നമ്മുടെ കമ്പണൻസ് ഓഫ് റെയിൽവേ ട്രാക്കിൽ ഏറ്റവും ലാസ്റ്റ് പോർഷൻ, നാലാമത്തെ പോർഷനാണ് ഫോർമേഷൻ. സബ്ഗ്രേഡ് ഈസ് ദ നാച്ചുറലി ഒക്കറിങ് സോയിൽ വിച്ച് ഈസ് പ്രിപ്പയർഡ് ടു റിസീവ് ദ ബല്ലാസ്റ്റ്, ആൻഡ് ദ പ്രിപ്പയർഡ് ഫ്ലാറ്റ് സർഫസ് which is ready to receive the ballast along with the sleeves, rails, is called the formation. The formation of an important constituent of a track as it supports the entire track structure. It has the following functions, and it provides a smooth, uniform bed for laying a track, and it bears the load transmitted to it from the moving load through the ballast, and it facilitates the drainage, and it provides stability to the track. സബ്ഗ്രേഡ് എന്ന് പറയുന്നത് എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള ഒരു സോയിലിൻ്റെ പോർഷനാണ് നമ്മൾ സബ്ഗ്രേഡ് പറയുന്നത്. ഈ ഒരു ബല്ലാസ്റ്റിനെ റിസീവ് ചെയ്യാൻ പാകത്തിന് നമ്മൾ സബ്ഗ്രേഡിനെ ലെവൽ ചെയ്ത് യൂസ് ചെയ്യുന്ന അത്രയും പോർഷനെയാണ് നമ്മൾ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ ഫോർമേഷനിലൂടെ ഡ്രെയിനേജ് നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ലൊരു സ്റ്റെബിലിറ്റി, ഒരു ട്രാക്കിൻ്റെ സ്റ്റെബിലിറ്റി ഈ ഒരു ഫോർമേഷൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ചിരിക്കും. The formation can be in shape of an embankment or cutting. When the formation is in the shape of a raised bank constructed above the natural ground is called an embankment, and the formation at the level below the natural ground is called a cutting. Normally, a cutting or an excavation is made through a hilly or natural ground for providing the railway line at the required level below the ground level, and the formation is prepared either by providing additional earthwork over the existing ground to make an embankment or by excavating the existing ground surface to make a cutting. The formation can thus be the shape of either an embankment or a cutting, and the height of the formation depends upon the ground contours and the gradients adopted, and the
side slope of the embankment depends upon the shearing strength of the soil and its angle of repose. And the width of the formation depends upon the number of tracks to be laid, the gauge and such other factors. നമുക്ക് ഫോർമേഷൻ സാധാരണ രണ്ട് രീതിയിൽ കൊടുക്കാം. ഒരു എംബാക്ക്മെൻ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കട്ടിംഗ് ആയിട്ട് കൊടുക്കാം. എംബാക്ക്മെൻ്റ് എന്ന് പറയുമ്പം നമ്മൾ എർത്ത് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുന്നതിന് നമ്മൾ എംബാക്ക്മെൻ്റ് എന്ന് പറയും. എർത്ത് കട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ ഒരു ഡിപ്പ് ഉണ്ടാക്കി അതിലൂടെ ഫോർമേഷൻ കൊടുക്കുന്നതിന് നമ്മൾ കട്ടിംഗ് എന്ന് പറയും. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് ആൻ എംബാക്ക്മെൻ്റ് ആണ്. ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു എംബാക്ക്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് എംബാക്ക്മെൻ്റ് അല്ല, ടിപ്പിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് ഫോർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ എംബാക്ക്മെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഡബിൾ ലൈൻ ട്രാക്ക് എംബാക്ക്മെൻ്റ് ആയിട്ട് വരുന്നത്, കട്ടിങ് വരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ എർത്തിൻ്റെ കുറച്ചുകൂടി പോർഷൻ ആഡ് ചെയ്ത് ടോപ്പിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു ഫോർമേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എംബാക്ക്മെൻ്റ് ആണ്. താഴെയുള്ളത് നമ്മുടെ ഗ്രൗണ്ട് സർഫസിനേക്കാളും കുറച്ച് എർത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെയാണ് ഫോർമേഷൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടത് കട്ടിംഗ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇതാണ് നമ്മുടെ കമ്പണൻസ് ഓഫ് റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇത്രയും ഭാഗം തറവായിട്ട്